രാത്രിയിലും ഒരു കൊലപാതക വാർത്ത വരികയാണ്. അയൽവാസിയെ വെട്ടിക്കൊന്നെന്ന് കോഴിക്കോട് മുക്കം മണാശ്ശേരിയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. മുതുക്കുറ്റിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിനോദ് കുമാറാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി ജയകുമാർ ഇയാളുടെ കഴുത്തിന് വെട്ടിക്കൊല്ലുകയായിരുന്നു. പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ്. രാഹുൽ KV വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, മദ്യലഹരിയിൽ ഉണ്ടായ കൊലപാതകമെന്ന് ആണോ നിഗമനമുള്ളത്? പ്രതിക്കായുള്ള തിരച്ചിൽ എത്രത്തോളം ഊർജിതമാണ്? അനശ്വരേറെ ഞെട്ടിലുണ്ടാക്കുന്ന ദാരുണമായ ഒരു കൊലപാതകമാണ് മുക്കം മണാശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ളത്. അയൽവാസിയാണ് ഇങ്ങനെ കഴുത്തിന് വെട്ടി കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതായത് വൈകിട്ട് 7:15 ഈ സംഭവം ഉണ്ടാകുന്നത്. കൊല്ലപ്പെട്ടത് മുതുകുറ്റിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിനോദ് കുമാർ എന്നയാളാണ്. 58 വയസ്സുകാരനാണ്. അയൽവാസിയായ ജയകുമാറാണ് പ്രതി. ഇയാൾ മദ്യപിച്ചാണ് ഈ വീട്ടിലേക്ക് വന്നിരുന്നത്. വരുന്ന വഴിയിലുടനീളം അയൽവാസികളെ അസഭ്യം പറയുകയും അതുപോലെ തെറി പറയുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. തുടർന്ന് അയൽപക്കത്തുണ്ടായിരുന്ന വീട്ടുകാർ ഇത് സഹിക്കവയ്യാതെ ആയ സമയത്ത് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. എന്താണ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്, അസഭ്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നതെന്ന് നാട്ടുകാർ അയൽവാസികൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് എന്നിട്ടും ഇത് തുടർന്ന സമയത്താണ് അയൽവാസികൾ കുറച്ചുപേർ ചേർന്ന് വിനോദ് കുമാർ ഉൾപ്പെടെ ഇയാളുടെ വീട്ടുമുറ്റത്തേക്ക് പോകുന്നത്. കാരണം ഈ തെറികേട്ട് മടുത്തു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ആ സമയത്താണ് കത്തി ഉപയോഗിച്ചുകൊണ്ട് ജയകുമാർ വിനോദ് കുമാറിന്റെ കഴുത്തിന് വെട്ടിയത്. ഉടനെ തന്നെ ഇദ്ദേഹത്തെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ KMCT മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊലപാതകത്തിന് ശേഷം വ്യക്തിയതിനു ശേഷം പ്രതിയായ ജയകുമാർ അവിടെ നിന്ന് കടക്കുകയാണ് ഉണ്ടായത്. ഇയാൾ ഒളിവിലാണുള്ളത്. പോലീസ് ഏതായാലും വിശദമായി തന്നെ ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ട്. ഊർജിതമായി തന്നെ തുടരുകയാണ്. നാട്ടുകാരും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. ജയകുമാറാകട്ടെ മുൻപും നിരവധി പ്രശ്നങ്ങളിലൊക്കെ ഇതുപോലെ ഈ അലമ്പ്, അതായത് നാട്ടുകാരെ അസഭ്യം പറയുന്നത് അടക്കമുള്ള സംഭവങ്ങളിൽ ഉൾപ്പെട്ട ആളുകൂടിയാണ്. അതായത് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടത്തി വരികയാണ് പോലീസ്. ശരി, രാഹുൽ KV വിശദാംശങ്ങൾ നൽകിയത്. നാട്ടിൽ സ്ഥിരം പ്രശ്നക്കാരനായ ഒരാളാണ് ഇപ്പോൾ കൊലയാളിയായി മാറിയിരിക്കുന്നത്. അയാൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്.